നമസ്തേ, ജ്യോതിഷജാലകം ചാനലിലേക്ക് സ്വാഗതം. തിരുപ്പതി ഭഗവാനെ നിത്യവും ഭജിക്കുന്നതിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി, ദുരിതമോചനം, മംഗല്യഭാഗ്യം, നാഗദോഷ ശമനം, രാഹു കേതു ദോഷ ശമനം, ശനിദോഷ ശാന്തി എന്നിവ ലഭിക്കും എന്നാണ് വിശ്വാസം. ചുരുക്കത്തിൽ കലിയുഗ ദുരിതങ്ങളിൽ നിന്നുള്ള മോക്ഷപ്രാപ്തിക്ക് ഉത്തമ മാർഗമാണ് വെങ്കടേശ്വര ഭജനം. ക്ഷിപ്ര ഫലസിദ്ധി നൽകുന്ന അതിശക്തമായ വെങ്കടേശ്വര മന്ത്രമാണ് ഓം നമോ വെങ്കടേശായ. ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് 108 തവണ വെങ്കടേശ്വര മന്ത്രം ജപിച്ചാൽ ദുരിതങ്ങളകന്ന് ഒരു മാസത്തിനുള്ളിൽ ഭക്തന്റെ ആഗ്രഹങ്ങൾ സഫലമാകും എന്നാണ് വിശ്വാസം. ഒരു വ്യാഴാഴ്ച പ്രഭാതത്തിൽ ആരംഭിക്കുന്നതാണ് ഉത്തമം. അത് മലയാള മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച ആരംഭിക്കുകയാണെങ്കിൽ അത്യുത്തമം. നിത്യവും വെങ്കടേശ്വര ഗായത്രി ജപവും ഉത്തമമാണ്. വെങ്കടേശ്വര ഗായത്രി: ഓം നിരഞ്ജനായ വിദ്മഹേ നിരപാശായ ധീമഹേ തന്നോ ശ്രീനിവാസ പ്രചോദയാത്. തിരുപ്പതി ബാലാജി സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ്. ഇത് എല്ലാവർക്കും അറിയാം. എന്നാൽ വിഷ്ണുവിൻ്റെ അവതാരമാണ് തിരുപ്പതി ദേവനെന്ന് ആരും പറയില്ല. എന്താണ് അതിന് കാരണം? ലോകത്ത് അധർമ്മം വ്യാപിക്കുമ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാൻ യുഗം തോറും ഭഗവാൻ അവതരിക്കും എന്നാണ് പുരാണങ്ങൾ ഘോഷിക്കുന്നത്. ദശാവതാരങ്ങൾ എല്ലാം സംഭവിച്ചത് അങ്ങനെയാണ്. ഗീതയിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ ഇക്കാര്യം വിളംബരം ചെയ്യുന്നുണ്ട്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സാരം: സജ്ജനങ്ങളെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ സംഹരിക്കാനും നന്മയുടെ, അതായത് ധർമ്മത്തിൻ്റെ മാർഗം യഥാവിധി ഉറപ്പിക്കാനും യുഗം തോറും ഞാൻ അവതരിക്കുന്നു. എന്നാൽ കലിയുഗത്തിൽ തിരുപ്പതി ശ്രീ ബാലാജി അവതരിച്ചത് ഏതെങ്കിലും ദുഷ്ടനിഗ്രഹത്തിനോ ധർമ്മ പുനഃസ്ഥാപനത്തിനോ അല്ല. പിന്നെയോ തൻ്റെ പ്രിയ ഭക്തർക്ക് അനുഗ്രഹാശിസുകൾ ചൊരിയാനാണ്. അവരുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാനാണ്. അതിലൂടെ ഭഗവാൻ സ്വയം ഭക്തരെ സേവിക്കുന്നു. ഇതിലൂടെ ഭക്തനും ഭഗവാനും തമ്മിലുള്ള അപാരമായ സ്നേഹമാണ് വെളിവാക്കപ്പെടുന്നത്. ഭക്തരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുവാനും ഭക്തർക്ക് വേണ്ടതെല്ലാം നൽകുവാനും ഭഗവാൻ തൻ്റെ സന്നിധിയിൽ വരമുദ്രയുമേന്തി പരിലസിക്കുന്നു. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിൻ്റെ പ്രത്യേക തരത്തിലെ അവതാരമായി തിരുപ്പതി ദേവനെ ഭക്തർ ആരാധിക്കുന്നു. കലിയുഗത്തിൽ മഹാവിഷ്ണു ഭൂമിയിൽ വസിക്കുന്ന വൈകുണ്ഠമായിട്ടാണ് ഹിന്ദു തിരുവെഴുത്തുകളിൽ തിരുപ്പതി ബാലാജി ക്ഷേത്രത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. തിരുപ്പതി ബാലാജി അഥവാ ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം ഹിന്ദു പുരാണങ്ങളുടെ അടയാളങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. തിരുപ്പതി ബാലാജി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ തിരുപ്പതിക്ക് സമീപം തിരുമല എന്ന മലയോര നഗരത്തിലാണ്. തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യം ഇപ്രകാരമാണ്. ഒരിക്കൽ സന്യാസി ശ്രേഷ്ഠനായ ഭൃഗുവിന് ത്രിമൂർത്തികളിൽ ആരാണ് കൂടുതൽ ശ്രേഷ്ഠൻ എന്ന് വിലയിരുത്തുവാനുള്ള മോഹം ഉദിക്കുകയുണ്ടായി. കാലിൽ ഒരു കണ്ണുണ്ടായിരുന്ന ഭൃഗു മഹർഷി ആദ്യം ബ്രഹ്മാവിനെയും പിന്നീട് പരമശിവനെയും പോയി കണ്ടെങ്കിലും ഇരുവരും അദ്ദേഹത്തെ കണ്ട ഭാവം നടിച്ചില്ല. തുടർന്ന് മഹാവിഷ്ണുവിനെ കാണാൻ വൈകുണ്ഠത്തിലെത്തിയ മഹർഷി കണ്ടത് താൻ വന്നതറിഞ്ഞിട്ടും അറിയാത്ത പോലെ പെരുമാറുന്ന വിഷ്ണു ഭഗവാനെയാണ്. കോപിഷ്ഠനായ മഹർഷി ഭഗവാന്റെ നെഞ്ചത്ത് ഒരൊറ്റ ചവിട്ട്. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കാലിലെ കണ്ണ് തെറിച്ചുപോയി. അപ്പോഴും ഒന്നും മിണ്ടാതിരുന്ന ഭഗവാൻ പിന്നീട് ഇതിൽ മാപ്പ് അപേക്ഷിച്ചു. അങ്ങനെ ഭഗവാൻ ത്രിമൂർത്തികളിൽ ഉത്തമനാണെന്ന് മഹർഷിക്ക് ബോധ്യപ്പെട്ടു. എന്നാൽ ഭൃഗു മഹർഷി ചവിട്ടിയ ഭാഗം ഭഗവാന്റെ നെഞ്ചിൻ്റെ ഇടതുഭാഗമായിരുന്നു. അവിടെയാണ് ഐശ്വര്യദേവിയായ മഹാലക്ഷ്മിയുടെ വാസസ്ഥലമായി അറിയപ്പെടുന്ന ശ്രീവത്സമുള്ളത്. ഇതിൽ കോപിച്ച ശ്രീ ഭഗവതി ഉടനെ വൈകുണ്ഠം ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് പോയി. വിരഹദുഃഖത്തിലാഴ്ന്ന് വിഷ്ണു ഭഗവാനും പിന്നാലെ ഭൂമിയിലെത്തി. പത്നിയുടെ കോപം തണുക്കുന്നതുവരെ ഭൂമിയിൽ തന്നെ കഴിയാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരുവരും പുനരവതരിച്ചു. ശ്രീനിവാസനായ വിഷ്ണു ഭഗവാനും പർവ്വത രാജാവിൻ്റെ മകളായ പത്മാവതിയായി ലക്ഷ്മി ദേവിയും പുനർജന്മം കൊണ്ടു. പത്മാവതിയെ വിവാഹം ചെയ്യാൻ ശ്രീനിവാസൻ ആഗ്രഹിച്ചുവെങ്കിലും ലക്ഷ്മി പക്കൽ ഇല്ലാത്തതിനാൽ താൻ പരമദരിദ്രനാണെന്ന് പറഞ്ഞ് പർവ്വത രാജാവ് ശ്രീനിവാസനെ പിന്തിരിപ്പിച്ചു. മടങ്ങാൻ കൂട്ടാക്കുന്നില്ലെന്ന് വന്നപ്പോൾ വലിയൊരു തുക സംഘടിപ്പിച്ച് നൽകിയാൽ മകളെ നൽകാമെന്നായി രാജാവ്. ശ്രീനിവാസന്റെ സ്ഥിതി മനസ്സിലാക്കിയ ബ്രഹ്മാവും ശിവനും ലക്ഷ്മി ദേവിയെ സമീപിച്ചു വിവരങ്ങൾ അറിയിച്ചു. തുടർന്ന് ബ്രഹ്മാവും ശിവനും പശുക്കളുടെ രൂപം ധരിച്ച് ശ്രീനിവാസന് സേവനം ചെയ്യാൻ തയ്യാറായി. അക്കാലത്ത് ചോള സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു തിരുമല. അതിനാൽ മഹാലക്ഷ്മി ഒരു യുവതിയുടെ വേഷത്തിലെത്തി ചോള രാജാവിന് പശുക്കളെ ദാനം ചെയ്തു. ഇവയിലെ വലിയ പശു നിത്യവും ശ്രീനിവാസന് പാൽ കൊടുക്കുമായിരുന്നു.
ഇത് കാണാനിടയായ കറവക്കാരൻ പശുവിനെ ക്രൂരമായി മർദ്ദിച്ചു. എന്നാൽ അബദ്ധവശാൽ മർദ്ദനമേറ്റത് ശ്രീനിവാസനായിരുന്നു. കുപിതനായ ശ്രീനിവാസൻ കറവക്കാരനെയും ചോളരാജാവിനെയും അസുരന്മാരായി പോകട്ടെ എന്ന് ശപിച്ചു. ഇതിനിടയിലാണ് ശാപവിമുക്തനായ ചോളരാജാവ് പർവ്വത രാജാവായി പിറവിയെടുത്തതും മകളായി പത്മാവതി ജനിച്ചതും. ശ്രീനിവാസനുമായി രാജകുമാരി പത്മാവതിയുടെ വിവാഹം നടക്കുമെന്നും അത് മഹാഭാഗ്യമാണെന്നും നാരദ മഹർഷി പർവ്വതരാജനെ അറിയിക്കുന്നു. എന്നാൽ വിവാഹ ചെലവുകൾക്ക് ആവശ്യമായ പണം ദരിദ്രനായ ശ്രീനിവാസന്റെ പക്കൽ ഇല്ലായിരുന്നു. ഒടുവിൽ ബ്രഹ്മാവിൻ്റെയും ശിവന്റെയും ഉപദേശപ്രകാരം വിവാഹ ചെലവുകൾക്ക് ആവശ്യമായ ധനം ശ്രീനിവാസൻ ധനത്തിൻ്റെ അധിപതിയും ലക്ഷ്മീദേവിയുടെ കാര്യസ്ഥനുമായ കുബേരനിൽ നിന്നും കടം വാങ്ങുന്നു. അങ്ങനെ ഭഗവാൻ സ്വയം കുബേരന് കടക്കാരനായി മാറുന്നു. സംഭവമറിഞ്ഞ സമ്പത്തിൻ്റെ ഭഗവതിയായ മഹാലക്ഷ്മി ഉടനെ തിരുമലയിലെത്തുന്നു. തൻ്റെ സമ്പത്തിൻ്റെ ഉറവിടമായ കുബേരനിൽ നിന്ന് മഹാവിഷ്ണുവിൻ്റെയും പത്മാവതിയുടെയും വിവാഹം ആർഭാടപൂർവ്വം നടത്തുവാനായി രാജാവിന് ധാരാളം സമ്പത്ത് ലഭിക്കുകയുണ്ടായി. വിവാഹശേഷം ഭഗവാൻ തിരുമലയിൽ ഉള്ള കുന്നിൻ മുകളിൽ വാസം ആരംഭിക്കുകയും പിന്നീട് അവിടെ ക്ഷേത്രം ഉണ്ടാവുകയും ചെയ്തു. അന്നു മുതൽ തൻ്റെ വിവാഹത്തിനായി കുബേരനിൽ നിന്ന് ലഭിച്ച സമ്പത്ത് കുറേശ്ശെയായി ഭഗവാൻ കൊടുത്തു പോരുകയാണ് എന്നാണ് സങ്കല്പം. ഭഗവാനെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഭക്തർ വഴിപാടുകൾ സമർപ്പിക്കുന്നത് എന്നും കരുതി പോരുന്നു. ഐതിഹ്യം അനുസരിച്ച് വെങ്കടേശ്വര ഭഗവാൻ പത്മാവതി ദേവിയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭണ്ഡാരം ശൂന്യമായിരുന്നു. സമ്പത്തിൻ്റെ ദേവനായ കുബേരനെ വെങ്കടേശ്വര ഭഗവാൻ വിവാഹത്തിന് പണമിടപാടിനായി സമീപിച്ചു. ഭഗവാന്റെ ഭക്തിയിൽ ആകൃഷ്ടനായ കുബേരൻ പണം കടം കൊടുക്കാൻ ഉടൻ സമ്മതിച്ചു. എന്നിരുന്നാലും വായ്പയ്ക്ക് ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. വെങ്കടേശ്വര ഭഗവാൻ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് മുഴുവൻ തുകയും പലിശ സഹിതം തിരിച്ചടയ്ക്കണം. വേറെ നിവൃത്തിയില്ലാതെ ധനത്തിൻ്റെ ദേവനായ കുബേരനിൽ നിന്ന് ശ്രീനിവാസൻ വൻ തുക കടമായി വാങ്ങി. കലിയുഗത്തിൻ്റെ അവസാനമാകുമ്പോൾ താൻ വാങ്ങിയ കടം തിരികെ നൽകാമെന്നായിരുന്നു ശ്രീനിവാസന്റെ വാഗ്ദാനം. എന്നാൽ തനിക്ക് ഭക്തർ നൽകുന്ന സംഭാവനയുടെ പലിശയാണ് കുബേരന് നൽകാനുള്ള കടത്തിലേക്ക് ശ്രീനിവാസൻ അടച്ചുകൊണ്ടിരുന്നത്. കുബേരന്റെ കടം ഇന്നും വീടിയിട്ടില്ല. ഭക്തർ തനിക്ക് നൽകുന്ന കാണിക്കകൾക്ക് പകരമായി ഭഗവാൻ ഭക്തർക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നു. എന്തായാലും ഭക്തർക്ക് സന്തോഷിക്കാവുന്ന കാര്യമുണ്ട്. ശ്രീനിവാസ ഭഗവാന്റെ കടം ഇപ്പോഴും ബാക്കിയാണ്. കടം വീടാതെ ശ്രീനിവാസ ഭഗവാന് വൈകുണ്ഠത്തിലെത്തി വിഷ്ണുവുമായി ലയിക്കാനുമാവില്ല. അതിനാൽ ശ്രീനിവാസ ഭഗവാൻ തിരുപ്പതി മലയിൽ തന്നെ വസിക്കുന്നു. കടബാധ്യത വീട്ടാനായി കാണിക്കയർപ്പിക്കുന്ന ഭക്തർക്ക് അവരുടെ ആഗ്രഹം പോലെ ഐശ്വര്യവും ആരോഗ്യവും കാര്യസിദ്ധിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ മഹാലക്ഷ്മിയോട് ആവശ്യപ്പെടുന്നു. ഭക്തരുടെ അഭീഷ്ടങ്ങളെ താൻ സാധിപ്പിച്ചു കൊടുക്കാമെന്നും ഐശ്വര്യങ്ങൾ നൽകാമെന്നും ശ്രീ ഭഗവതി ഭഗവാനോട് പറയുന്നു. അപ്പോൾ നാരായണൻ വിശ്വരൂപം പ്രാപിക്കുകയും ആനന്ദനിലയമെന്ന തിരുമല ക്ഷേത്രത്തിൽ പ്രവേശിച്ച് സ്വയം ശിലയായി മാറുകയും ചെയ്തു. സംഭവം കണ്ട എല്ലാവരോടും സകലരുടെയും ദുഃഖദുരിതങ്ങൾ തീർക്കാൻ ഭഗവാൻ വെങ്കിടാദ്രിയിൽ കലിയുഗത്തിലെ പ്രത്യക്ഷ ദൈവമായി കുടികൊള്ളാൻ പോകുകയാണെന്ന് ബ്രഹ്മാവും പരമശിവനും പറയുകയുണ്ടായി. അപ്പോൾ ഇരു ദേവിമാരും ഭഗവാനോടൊപ്പം ലയിച്ചു ചേർന്നു. മഹാലക്ഷ്മി നെഞ്ചിൻ്റെ ഇടതുഭാഗത്തും ഭൂമിദേവി വലതുഭാഗത്തും കുടികൊണ്ടു. അങ്ങനെ ശ്രീദേവി ഭൂദേവി സമേതനായ മഹാവിഷ്ണു തിരുപ്പതിയിൽ സർവ്വദുഃഖഹരനായി കുടികൊള്ളുന്നു. മഹാലക്ഷ്മിയാകട്ടെ ഭക്തർക്ക് അവരുടെ ആഗ്രഹങ്ങൾ പ്രകാരം അഷ്ടൈശ്വര്യങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഭഗവാനോടൊപ്പം നിലകൊള്ളുന്നു. വെങ്കടേശ്വര ഭഗവാന് പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും സമർപ്പിക്കുന്ന ഈ പാരമ്പര്യം ഇന്നും പിന്തുടരുന്നു. ഇത് ഹുണ്ടി സമ്പ്രദായം എന്നറിയപ്പെടുന്നു. വെങ്കടേശ്വര ഭഗവാൻ കുബേരനിൽ നിന്നെടുത്ത കടം തിരിച്ചടയ്ക്കാനാണ് ഹുണ്ടിയിൽ ശേഖരിക്കുന്ന പണം ഉപയോഗിക്കുന്നത്. വെങ്കടേശ്വര ഭഗവാൻ കുബേരനിൽ നിന്ന് പണം കടം വാങ്ങി വിവാഹം കഴിച്ചുവെന്ന ഐതിഹ്യം ഭഗവാന്റെ ഭക്തിയുടെയും ഹിന്ദുമതത്തിലെ വിശ്വാസത്തിൻ്റെ ശക്തിയുടെയും തെളിവാണ്. വാഗ്ദാനങ്ങൾ നിറവേറ്റേണ്ടതിൻ്റെ പ്രാധാന്യവും സങ്കുചിതത്വത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഗുണങ്ങളും ഈ കഥ പഠിപ്പിക്കുന്നു. തിരുപ്പതി ലഡുവാണ് പ്രധാന പ്രസാദം. വലിപ്പത്തിലും സ്വാദിലും ഈ ലഡു വിശേഷമാണ്. തൈര് സാദം, മഞ്ഞൾ ചോറ് അതായത് പുളിയോര, വട, ചക്കരപ്പൊങ്കൽ, അപ്പം, പായസം, ജിലേബി, മുറുക്ക്, ദോശ, കേസരി, മലോര, വെൺപൊങ്കൽ തുടങ്ങിയവയാണ് ഇവിടെ ലഭിക്കുന്ന മറ്റു പ്രസാദങ്ങൾ. വെങ്കടേശ്വര ഭഗവാന്റെയും പത്മാവതി ദേവിയുടെയും വിവാഹം ഗംഭീരമായി നടന്നു. ദേവന്മാർ തന്നെ ചടങ്ങിൽ പങ്കെടുത്തതായി പറയപ്പെടുന്നു. ഇപ്പോഴും എല്ലാ വർഷവും തിരുപ്പതിയിൽ വലിയ ആഡംബരത്തോടെയാണ് വിവാഹം നടക്കുന്നത്.
തിരുപ്പതി ദർശനത്തിന് പോകുന്നവർ വഴിപാടായി തല മുണ്ഡനം ചെയ്യുന്നതെന്തിനാണ്? മുടിയെടുക്കലാണ് തിരുപ്പതിയിലെ പ്രധാന നേർച്ച. ഉദ്ദിഷ്ട കാര്യസിദ്ധിയാണ് ഫലം. ഈ നേർച്ചയ്ക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ തിരുപ്പതി ബാലാജിയുടെ ശിരസ് ഒരു ഇടയൻ്റെ തലയുമായി കൂട്ടിമുട്ടുകയും ഭഗവാന്റെ തലയിൽ കുറച്ചു ഭാഗത്തെ മുടി നഷ്ടപ്പെടുകയും ചെയ്തു. ഇത് ഗന്ധർവ രാജകുമാരിയായ നീലദേവി കാണുകയും തൻ്റെ മുടി മുറിച്ചെടുത്ത് ആ ഭാഗത്ത് ചേർക്കുകയും ചെയ്തു. അവരുടെ ത്യാഗത്തിൽ പ്രസന്നനായ ഭഗവാൻ തനിക്ക് ഭക്തർ സമർപ്പിക്കുന്ന മുടിക്ക് മുഴുവൻ ദേവിയായിരിക്കും അവകാശിയെന്ന് വരമേകി. തിരുപ്പതിയിലെ 7 ദിവ്യമലകളിലൊന്നിന് നീലാദ്രി എന്ന് പേര് നൽകുകയും ചെയ്തു. ഇന്ന് തിരുപ്പതിയിലെ കാണിക്ക വഞ്ചിയിൽ നിന്നുള്ള വരുമാനം കഴിഞ്ഞാൽ 2ാം സ്ഥാനം തലമുണ്ഡനം ചെയ്ത മുടി ലേലം ചെയ്ത് ലഭിക്കുന്ന വരുമാനത്തിനാണ്. വെറും ഒരു ആചാരമല്ലിത്, 100 വർഷം പഴക്കമുള്ള വിശ്വാസമാണ്. തലമുടിയിൽ ദുഷ്ടശക്തികൾ കുടികൊള്ളുന്നുവെന്ന വിശ്വാസമാണ് ഈ ആചാരത്തിൻ്റെ അടിസ്ഥാനം. തലയിൽ ദുഷ്ടശക്തികളുമായി നടക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഭഗവാനെ കാണാൻ കഴിയുമെന്നാണ് ആചാര്യന്മാർ ചോദിക്കുന്നത്. അതിനാലാണ് തല മുണ്ഡനം ചെയ്ത് ദുഷ്ടശക്തികളിൽ നിന്നും മോചനം നേടിയ ശേഷം ഭക്തർ തിരുപ്പതി ദേവൻ ശ്രീനിവാസനെ ദർശിച്ച് തൊഴുതു വണങ്ങി സങ്കടം പറയുന്നത്. തലമുടി ആണിനും പെണ്ണിനും ഒരേപോലെ സൗന്ദര്യ ഘടകമാണ്. അഴകുള്ള മനുഷ്യർക്ക് അഹങ്കാരം കൂടെപ്പിറപ്പാണ്. അഹങ്കാരത്തിന് ഒരു കുഴപ്പമുണ്ട്. അത് മയക്കുമരുന്ന് പോലെ ആളുകളുടെ ശരീരത്തെയും മനസ്സിനെയും ആകമാനം ബാധിക്കും. താനാണ് വലിയവൻ എന്ന ചിന്ത ഈശ്വരനെ പോലും അവനിൽ നിന്നകറ്റും. തലക്കനം എന്ന വാക്കിൽ തന്നെ അതിൻ്റെ കുഴപ്പം മൊത്തമുണ്ട്. തലമുണ്ഡനം ചെയ്യുന്നതിലൂടെ ഈ അഹന്തയും ഒഴിഞ്ഞു പോകും. അതായത് അഹന്തയുടെ അടിസ്ഥാനത്തെയാണ് തലമുണ്ഡനം ചെയ്യുന്നതിലൂടെ അവസാനിപ്പിക്കുന്നത്. തലമുണ്ഡനം ചെയ്യുമ്പോൾ എല്ലാം ഭഗവത് തൃപ്പാദങ്ങളിൽ ഉപേക്ഷിക്കുന്നു എന്ന് സാരം. എല്ലാം ഉപേക്ഷിച്ച തന്നെ ഭഗവാൻ രക്ഷിക്കും എന്ന് തീർച്ചയായും വിശ്വസിക്കാം. കാരണം തിരുപ്പതി ശ്രീനിവാസനെ വിശ്വസിച്ചാൽ എവിടെയും ജയിക്കാം, എല്ലാം ജയിക്കാം.